ഫ്ലവേഴ്സ് TV ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക. ഈ കിളി ഉണ്ടോ? ഈ കിളിയെ കൊണ്ടുപോയി ഒരു ഫ്ലൈറ്റ് വരെയാണേ. കിളിതാ പ്ലെയിനിൽ കയറി. നിങ്ങൾക്ക് ഇത് തന്നെ പറ്റിയ പണി. ഇങ്ങനെ കിളികളെയും പറപ്പിച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്നോ? എന്റെ അമ്മ രാവിലെ ആരെയോ കുറ്റം പറയാൻ വന്നതാണ്. കിളി പോയ അവസ്ഥയാ. മോളൊരു കാര്യം ചെയ്യ്. പുറത്തു പോയി കളിക്കേ. പ്രശ്നപ്പെട്ടാ നിങ്ങൾ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ? എന്താണ്? 13-ാം തീയതി ലേലത്തിന് പങ്കെടുക്കാൻ നിങ്ങൾ പോകുന്നില്ലേ? ലേലോ? ലേലോ അല്ല, ലേലം. ആ ലേലം. ആ ലേലത്തിന് ഞാനും അമ്മയും പോണോണ്ടല്ലോ. നീ വരുന്ന? ഞാനെന്തിനാ വരണേ? ഇനി 4 ദിവസം കിടക്കില്ലേ? അല്ല പ്രശ്നപ്പെട്ടാ, നിങ്ങളുടെ അമ്മയ്ക്ക് ഈ വയസ്സാം കാലത്ത് ഈ അച്ചാറ് കമ്പനിയും എസ്റ്റേറ്റും കറി പൗഡറും അല്ലാതെ ഈ ഫ്ലോർ മില്ലൊക്കെ നടത്താനുള്ള സമയമുണ്ടോ? ഇപ്പൊ തന്നെ കിളി പോയ അവസ്ഥയാ. ആർക്ക്? നിനക്കാ? എനിക്കല്ല, നിങ്ങളുടെ അമ്മയുടെ കാര്യ പറഞ്ഞേ. എടി, ആദ്യം ഈ ലേലം ഓക്കെ ആവോന്ന് നോക്കട്ടെ നമുക്ക്, എന്നിട്ടല്ലേ ബാക്കിയുള്ള കാര്യങ്ങള്. ഇനിയിപ്പോ അഥവാ ലേലം ചന്ദ്രഹാസൻ ഗ്രൂപ്പിന് കിട്ടിയെന്ന് വെച്ചോ, ഈ ഫ്ലോർ മിൽ ആര് നോക്കി നടത്തും? അതിപ്പോ ചോദിക്കാൻ തോന്നിയിരിക്കുന്നു പ്രതീക്ഷ. ആ നല്ല കാര്യം. എന്നാ പിന്നെ ഇപ്പോഴേ ലേലം അങ്ങ് വിഡ്രോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ആ കാശെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടും. എന്നാ നിനക്ക് തെറ്റി. അമ്മക്ക് ഈ ലേലം കിട്ടിയ അമ്മ ചെയ്യാൻ പോണത് ഇത് സുരഭിയെ ഏൽപ്പിക്കാനാണ്. അവളത് ഭംഗിയായിട്ട് നോക്കിയാണ്. ഓഹോ, അപ്പൊ അതാണ് അവള് കൊച്ചു വെളുപ്പം കാലത്തിലെ അമ്പലത്തിൽ എഴുന്നേറ്റ് പോയി പൂജയൊക്കെ നോക്കി നടത്തിയിട്ട് വരുന്നത്. എടി, ഈ കാര്യം അവക്ക് അറിഞ്ഞൊന്നും കൂടാ. എന്റെ അടുത്ത് പോലും ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇതെങ്ങനെ അറിഞ്ഞു? ഞാൻ വേറൊരു രീതിയിൽ അറിഞ്ഞു. ഈശ്വരാ, ഈ ലേലം എങ്ങാനും കിട്ടിയ ഭവാനേ, അത് കിട്ടരുതേ. അവസ്ഥ എങ്ങനെയായിപ്പോയി? മറ്റുള്ളവർക്ക് എന്ത് നല്ലത് വന്നിരുന്നാലും അംഗീകരിക്കാൻ പറ്റില്ല. ആളെന്തോ കരുതിക്കൊണ്ടുള്ള വരവാണ്. മനോജ്, എന്റെ മുഖത്തിന് ഇപ്പൊ ഒരു വന്യഭാവം ഫീൽ ചെയ്യുന്നുണ്ടോ? വന്യോ? അതായത് ഒരു വളരെ ക്രൂരമായ മൃഗീയമായ ഒരു ഭാവം എന്റെ മുഖത്ത് നിഴലിക്കുന്നുണ്ടോ? നോക്ക്, സൂക്ഷിച്ചു നോക്ക്. സാറ് കംപ്ലീറ്റ് വില്ലനല്ലേ സാറേ? സാറേ സിനിമയിലൊക്കെ നോക്കും. അതിനുള്ള ഒരു റിഹേഴ്സലാണെന്ന് കരുതിക്കോ. ആ കാറിനകത്തിരിക്കുന്നത് സുഹാസിനിയുടെ മകനും അവന്റെ ഭാര്യയുമാണ്. ലേലത്തിൽ നിന്നും പിന്മാറാൻ വേണ്ടി ഞാനൊരു ചെറിയ ഡോസ് ഭീഷണി കൊടുത്തിട്ട് വരാം. അയാൾ ഉദ്ദേശം എന്താ? നമുക്ക് പോയി ചോദിച്ചാലോ? ഇറങ്ങും. എന്ത് മാമ? എന്റെ മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് ഭയം തോന്നുന്നുണ്ടോ? എന്തിന്? ഞാൻ നിങ്ങളെ വഴിയിൽ തടഞ്ഞു നിർത്തി ഒന്ന് ഭീഷണിപ്പെടുത്താൻ വന്നതാ. എന്ന് നമുക്ക് ആ തണലത്തോട്ട് നിൽക്കാം. ശരി, വഴിക്കർ ചൂട്. അല്ല, ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. എന്നിട്ടത് സുഹാസിനിയുടെ അടുത്ത് ചെന്ന് പറയണം. പറയാം. എന്താണ് പറയേണ്ടത്? ഈ വരുന്ന 13-ാം തീയതി നടക്കുന്ന ലേലത്തിൽ നിന്നും സുഹാസിനി പിന്മാറണം. ഇല്ലെങ്കിൽ വരാൻ പോകുന്ന അതിന്റെ അനന്തര ഫലങ്ങൾ വളരെ വളരെ അപകടകരമായിരിക്കും. അല്ല, മാമ ഈ ലേലത്തിലുണ്ടാ? ഞാനില്ല. പക്ഷെ എന്റെ സുഹൃത്തുക്കൾ പലരും ഈ ലേലത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആണോ? എന്നാ മഞ്ജു വെച്ചേരാ. താങ്ക് യു. അപ്പൊ അങ്കിള് തന്നെ ആയിരിക്കും അല്ലേ നമ്മളെ പല നമ്പറിൽ നിന്നും പല രീതിയിൽ പല ശബ്ദത്തിലൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട്? അത് ഞാനല്ല. ഞാനെതിരെ ഭീഷണിപ്പെടുത്തണം? ഒരിക്കലുമല്ല. എന്താണല്ലോ അങ്കിളെ, അമ്മ ഈ ലേലത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പങ്കെടുക്കാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. പക്ഷെ പങ്കെടുക്കുന്നുണ്ട്. ലേലം പിടിച്ചെടുത്ത് സമാധാനമായി നിങ്ങൾക്ക് അവിടെ ഫ്ലവർ മില്ല് നടത്തി പോകാമെന്ന് ഒരാളും വിചാരിക്കണ്ട. ഇത് ഞാനാ പറയുന്നത്. ആ മഞ്ജു തന്നിട്ട് പോ. എന്തായി സാറേ? രണ്ടെണ്ണം പേടിച്ചോ? രണ്ടുപേരും നന്നായിട്ടൊന്ന് വരണ്ടിട്ടുണ്ട്. മിക്ക
മിക്കവാറും സുഹാസിനി ഈ ലേലത്തിന് പിന്മാറിക്കൊള്ളും. ഇന്ന് വാങ്ങുള്ളൂ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.